ഹായ് ഗൈസ്, മല്ലു എന്റർപ്രൈനറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഓയിൽസ് അല്ലെങ്കിൽ ബാം, പേസ്റ്റ്, മിൽക്ക് ഒക്കെ ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ പെർഫ്യൂം ഒക്കെ ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു മെഷീൻ വേണമെങ്കിൽ നിങ്ങൾ സാധാരണ ഹാൻഡ് ഉപയോഗിച്ചായിരിക്കും അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചായിരിക്കും ഇത് ഫില്ല് ചെയ്യുന്നത് അല്ലേ. അത് മാറ്റിയിട്ട് ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഇത് പ്രസ് ചെയ്യുമ്പോഴേക്കും ഈ വീഡിയോ കാണുന്ന പോലെ നമുക്കിത് പ്രസ് ചെയ്യുമ്പോഴേക്കും ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതും മൾട്ടിപ്പിൾ കുറേ ബോട്ടിൽസ് അടുപ്പിച്ച് വെച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് പോകുന്ന ടൈപ്പിലോട്ട് വരുമ്പോഴേക്കും ആ ഒരു മെഷീനാണ് ഇവിടെ ഡിജിറ്റൽ ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ഇതിൽ നമുക്ക് ടൈമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ അപ്രോച്ച് ചെയ്യുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ തരാം. ഇവിടെ നോക്കുമ്പോൾ ഇതെല്ലാം ഒരേ ലെവലിലാണ് ഇത് വരുന്നത്. ആ ഒരു 99% പ്രിസിഷനിൽ നമുക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വാങ്ങിക്കാൻ ഈ ഒരു മെഷീൻ വാങ്ങിക്കാനായിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഇത് കിഴക്കമ്പലത്തുള്ള പ്ലാസ്റ്റോസീൽ എന്ന് പറയുന്ന ഫേമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം അവിടെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓട്ടോ മോഡിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടാം. ഇത് ഫില്ല് ചെയ്യുന്ന സ്പീഡ്, ഫില്ല് ചെയ്യുന്ന ടൈം നമുക്ക് കൂട്ടാം. അപ്പോൾ ആദ്യമേ നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ഒരു ടൈം നമുക്ക് മനസ്സിലാവും. അത് മെഷീൻ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ഇത് വെയിറ്റിംഗ് ടൈം നമ്മൾ നോക്കുന്ന പറയുമ്പോഴേക്കും ഈ ഒരു ബോട്ടിൽ മാറ്റിയിട്ട് അടുത്ത ബോട്ടിൽ വരാനായിട്ടുള്ള ഒരു ടൈം ഇത് കണ്ടോ. നമുക്ക് ഈ ഫില്ലിംഗ് ടൈം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സെറ്റിങ്സ് എല്ലാം ഉണ്ട്. അപ്പം ഇപ്പോൾ നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത ബോട്ടിലോട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, അങ്ങനെ വരാം. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോ മോഡാണ്. ഓട്ടോ മോഡ് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഒരെണ്ണം മാറ്റിയിട്ട് ഈ 0.9 സെക്കൻഡ് കണ്ടല്ലോ, ആ 0.9 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്തത് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇത് ഫില്ല് ചെയ്തതിന് ശേഷം ആദ്യം ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും, അതാണ് 0.437 സെക്കൻഡ് നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മളിനി ഓട്ടോമാറ്റിക് മോഡിലോട്ട് പോവുകയാണ്. ഓട്ടോമാറ്റിക് മോഡിലോട്ട് പോകുമ്പോഴേക്കും നമ്മൾ ഓട്ടോ ഞെക്കി കഴിയുമ്പോഴേക്കും ഒരെണ്ണം ഫില്ല് ചെയ്യാൻ 0.4 സെക്കൻഡ് അടുത്ത് മതി. അപ്പോൾ ഒരെണ്ണം ഫില്ല് ചെയ്തതിന് ശേഷം 0.9 സെക്കൻഡ് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതിനുശേഷം അടുത്ത ഫില്ലാവും. അങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ഡിജിറ്റൽ ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് ഐഡിയാസ്, അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓയിൽ, ബാം, പേസ്റ്റ് ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ മെഷീൻ ഐഡിയാസ്, അതിൻ്റെ റിവ്യൂസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.